ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതമാണ് പറയാൻ പറഞ്ഞത്, കരയാനല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചി കരഞ്ഞിട്ടാണ് സ്വാഗതം പറഞ്ഞത്. അതെ, എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ സെക്കൻഡ് കരഞ്ഞിട്ടാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, പ്രതീക്ഷിക്കുന്നു നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടാ. ഞങ്ങൾ അതിന് മുന്നേ ഇൻട്രോ എടുത്തിട്ടാണ് വീഡിയോ എന്റെ പുറകെ വരും എന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ ആദ്യം ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നിയത് അതെ. വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാൻ. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെക്കനെയും കൊണ്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം കാണിക്കാൻ വേണ്ടി അല്ലേ. അതെന്താന്ന് ഈ മുഖത്ത് ഈ 2 പാട് കണ്ടത് നമ്മളെ കൊതുക് കടിച്ചാണെന്നാണ് ഓർത്തത്, പക്ഷെ കൊതുക് കടിച്ചതല്ല അത്. ബാക്കി കൊതുക് കടിച്ചതിന്റെ കുരുക്കളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയി, തനിയെ വന്നത് തനിയെ പോയി. പക്ഷെ അതല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാവരും കാണുമ്പോഴേക്കും നമ്മളോട് ഇങ്ങനെ ചോദിക്കണത്. പിന്നെ അതല്ല നമ്മൾ കുറച്ച് ദിവസം ശ്രദ്ധിക്കണത് അത് മാറണില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അതെന്തായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചേക്കാന്ന് കരുതി. അതെ, കാണുമ്പോഴും കൊച്ചിന് കൊതുക് കടിച്ചല്ലേ അങ്ങനെ പറയും, പക്ഷെ കൊതുക് കടിച്ചതല്ല. നമ്മ തൊടുമ്പോഴും ഒന്നുമില്ല എന്തായാലും. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് കാണിക്കണം, നല്ലതല്ലേ. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ അത് ചെറിയൊരു ഇതെടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ വേറെ വേറെ കാര്യങ്ങളൊക്കെ നടന്നത്. അതെ, സംഭവം വെച്ചാൽ അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാല് ഈ സമയത്ത് പിള്ളേർക്ക് വരാറുണ്ട്, ചിലപ്പോൾ ഇത് വലുതായിട്ട് ഒറ്റയടിക്ക് മാറാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെറുതായി ആണ് മാറാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞെടുക്കടി. അങ്ങനെ പറഞ്ഞാലെന്ന് പറഞ്ഞാൽ ഞാൻ പയ്യനെ അടിച്ചല്ലേ, ഞാൻ കൊതുക് ചത്തുപോയേനെ. കൊതുക് ഭയങ്കര പ്രശ്നമുണ്ടെന്ന്. ഇപ്പൊ മഴയും കൂടെ ഒക്കെ ആയത് കാരണം എല്ലായിടത്തും ഉണ്ടാവും കൊതുക് ശല്യമൊക്കെ, എല്ലായിടത്തും ഉണ്ടാവും. അതെ, അപ്പോ എല്ലാവരും മഴയൊക്കെയാണ് സേഫായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മളുടെ അടുത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്ന്, ആ സംഭവത്തിന്റെ വീഡിയോ കൂടി ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണോട്ടെ എല്ലാവരും അല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഇങ്ങനെ ചമ്മന്തിയുടെ റെസിപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, പറയാട്ടാ. അമ്മ ആടിക്കൊണ്ടിരിക്കുന്നത് വേറെ പോയി. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുമ്പോ തന്നെ ചോറ് ചമ്മന്തി അരച്ചിട്ട് ചോറ് കമന്റ് ഒക്കെ കണ്ടിട്ടാ, കമന്റ് എല്ലാം ഞങ്ങൾ വായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ സന്തോഷം. പിന്നെ ഞങ്ങള് സേഫായിട്ടൊക്കെ ഇരിക്കണ്, എല്ലാവരും ഞങ്ങൾ സേഫായിട്ട് ഇരിക്കണം എന്നൊക്കെ ചോദിക്കണേല് വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണല്ലേ. അതെ, നമ്മളുടെ ഈ നാട്ടിൽ ഇങ്ങനെ അധികം വെള്ളവും കാര്യങ്ങളും നിൽക്കൂല, സംബന്ധിച്ചാൽ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലെ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് വീഡിയോ കാണാം. അപ്പോൾ അതെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം സംഭവിച്ചു, അതുകൊണ്ട് അങ്ങോട്ട് മുങ്ങിപ്പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇപ്പോൾ മുടങ്ങാണ്ട് വന്നുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാവരും കാണുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങൾ മുടങ്ങാണ്ട് ഇടണം, പിന്നെ വീഡിയോന് ലെങ്ത് കൂട്ടണം, കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി പതുക്കെ ഇങ്ങനെ വരുന്നതാണ് അല്ലേ. ഒറ്റയടിക്ക് കൂട്ടിലിങ്ങനെ പതുക്കെ ദിവസം. അതെ, അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അപ്പം നമുക്ക് കൂട്ടി കൊണ്ടുവരാം. വീഡിയോത്തിന്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം കൂട്ടി കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ഓടിപ്പോയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് അടിക്കുക അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് അടിക്കുക. ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കൂല. അപ്പൊ ഓടിപ്പോയി വീഡിയോ പോയി കണ്ടിട്ട് വാ. സെക്കൻഡ് കൊണ്ട് വന്നേക്കാണ്, സെക്കൻഡ് ഒരു സംഭവം കാണിക്കാൻ വേണ്ടി അല്ലേ. ഇരിക്കണോക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, പുറത്ത് നല്ല മഴയാണ്. ഹലോ, അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി, അതിനുശേഷം വീട്ടിലേക്ക് ജസ്റ്റ് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാനിരുന്നിരുന്നതാണ്. അതെ, അപ്പൊ അവര് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പൊ എന്തായാലും ജസ്റ്റ് അവിടെ വരെ ഒന്ന് കയറി ദോശമാവൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വേഗം പോന്ന് ഒന്ന് ഇറങ്ങുക, അത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതെ, പിന്നെ നമ്മളിപ്പോ വഴിയില് വണ്ടി നിർത്തിയേക്കണേണ്, വീട് തൊട്ട് മുന്നേറ്റ് വണ്ടി നിർത്തിയേക്കണേണ്. സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം എനിക്ക് കിട്ടി. കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും ഒരു ഫോട്ടോ ഫ്രെയിം ആണത്. പക്ഷെ അത് നമ്മള് ഒട്ടും വിചാരിക്കാത്തൊരു നേരത്ത്, ഒട്ടും അങ്ങനെ ഒരു സംഭവം നമ്മളിങ്ങനെ പ്രിപ്പയർ അല്ലാത്തൊരു നേരം, ഒട്ടും ചിന്തിക്കാത്തൊരു സാധനം ഏറ്റവും വേണ്ടപ്പെട്ട ഒരുത്തം കൊണ്ട് തന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകാശ് എന്ന് പറയും. എല്ലാരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്തായാലും നമ്മുടെ വീഡിയോയിൽ മിക്കതിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാനായിട്ട് പോണ വഴിക്ക് മഴയുണ്ടായിരുന്നു. അപ്പൊ വഴിയിൽ നിന്നിട്ട് കണ്ടിട്ട് പറഞ്ഞ് ഞാനും പറവൂരേക്ക് വന്നിട്ടുണ്ട് എന്ന് വെച്ചപ്പോ എന്തിനാന്ന് വെച്ചപ്പോ അതൊരു സീക്രട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോർത്ത് വല്ല കറങ്ങാനിറങ്ങി അല്ലെങ്കിൽ വൈഫിനെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ വരാൻ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഓർത്ത്. പക്ഷെ എന്നാലും ആള് ഒറ്റയ്ക്ക് മഴയത്ത് അവിടെ വീട്ടില് ഇത് കൊണ്ട് തന്നു കഴിഞ്ഞപ്പോ ഒരുത്തി മഴയത്ത് നനഞ്ഞിരിക്കണ്
ഞാൻ റോട്ടിൽ പുറത്തിറങ്ങിക്കണേരുന്നു. അപ്പൊ ഞാനിവിടെ വന്ന് ഇങ്ങനെ നോക്കി നിന്ന് എന്താണിത് ഇപ്പൊ ഒരു ആവശ്യം എന്താണ് ഇങ്ങനെ അയ്യോ നൈഫ് ഇങ്ങനെ നമ്മൾ ഒട്ടും വിചാരിക്കും നമുക്ക് അങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെയല്ലേ ഇത് തരേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടല്ല തന്നത്, അങ്ങനത്തെ ഒരു ഇതില് ഗിഫ്റ്റ് ആയിട്ടല്ല തന്നത്. എങ്ങനെ പറയണോന്ന് എനിക്ക് അറിഞ്ഞൂടത്. അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം ഞാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അതിന് മുന്നേട്ട് അവൻ സെറ്റ് ചെയ്ത് തന്ന്. അപ്പോ നമുക്ക് ഒരേപോലെ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഉള്ളൊരു സംഭവമാണത്. അപ്പൊ അത് എന്തായാലും കിട്ടിയപ്പോ ഇപ്പൊ ഭയങ്കര സന്തോഷം. അതെ, അപ്പൊ നമുക്ക് ഇനി വലിച്ചിട്ട് കൊണ്ടുപോകണം. ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ കാണിക്കണം. അത് നമുക്ക് നേരെ വീഡിയോ കാണാം. നമുക്ക് പോവാം. എനിക്ക് ഞങ്ങള് ഞെട്ടിപ്പോയ സർപ്രൈസ് ആണത്. എങ്ങനെയുണ്ട്? അതാണ് ട്വിസ്റ്റ്. ഇത് ഞങ്ങളോട് പോയപ്പോ ആകാശിനെ കണ്ടായിരുന്നേ. അപ്പൊ ആകാശ് പറഞ്ഞ് പറവൂരേക്ക് വന്നിട്ടെന്ന് ഓർത്ത് വല്ല പ്രിയനെ കൂട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരണമെന്ന് ഓർത്തതാണോ? അങ്ങനെയാണ് ഓർത്തത്. വന്നെന്ന് പറഞ്ഞു അവിടെ ആശുപത്രി അവിടെ ഡോക്ടറെ കാണാനിരിക്കണ നേരത്ത് തന്നിട്ട് പോയി. ആകാശ് ചെയ്തിട്ട് പോയതാണ്. കാണിച്ചു കൊടുത്തേ. ആരും കണ്ടിട്ടില്ല. ഇതാണ് നോക്കി നമ്മളുടെ കൊച്ചിന്റെ 90ന്റെ പരിപാടിയുടെ ഫോട്ടോ. നമ്മളിതിങ്ങനെ ചെയ്യിക്കണം എന്നുള്ളൊരു പ്ലാനില് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ കിട്ടി എനിക്ക് അറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ടാ? പിന്നെ ഇഷ്ടപ്പെട്ടാണ്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അല്ലേ? ചെയ്യണമെന്നല്ലേ പറഞ്ഞിട്ടാണ് ഇത്ര ഫോട്ടോ എടുത്താന്ന്. വിചാരിക്കാത്ത നേരത്താണ് നമുക്ക് കിട്ടിയത്. അതെ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് അവിടെ ഫോട്ടോ കിട്ടി അല്ലേ മാ? ഫോട്ടോ തയ്ച്ചു കൊടുക്ക. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? അവിടെ സ്ഥലം ഉണ്ട്. അവിടെ വെക്കും, അവിടെ അങ്ങോട്ട് വെക്കും. സ്ഥലം ഉണ്ടാക്കണം. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഞൊഴി വീഴും. അപ്പൊ സെറ്റ് ആക്കിയിട്ട് നമുക്ക് വെച്ചിട്ട് കാണിക്കാം അല്ലേ? അല്ലേ സിന്ധു? എല്ലാം നല്ല കോൺട്രാക്ഷൻ കളേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ എങ്ങനെയോ കൊണ്ടുപോയി നടത്തിയേക്കും. നമ്മളതൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അതെ, ഇന്നലെ എങ്ങനെയായിരുന്നു നാളെ ചോദിക്കണവരുടെ അടുത്ത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാം അല്ലേ? അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ കമന്റ് അടിക്കുക. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയ എന്റെ വിശേഷങ്ങളെന്ന് വെച്ചാൽ കുറച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ അല്ലേ? അവിടെ നിന്ന് പിന്നെ കുറച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭയങ്കര അലപ്പായിരുന്നു, കരഞ്ഞു ഭയങ്കരമായിട്ട്. അത് ഡോക്ടർ ഇത്തിരി നേരം എടുത്ത് നമുക്ക് കുറച്ച് മുന്നേ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അപ്പൊ ഇത് നോർമലാണെന്നാണ് പറഞ്ഞത്. നമുക്കൊരു ഓയിൽമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് പുരട്ടിയിട്ട് എന്താണ് വ്യത്യാസം നോക്കാം. അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക പിള്ളേർക്ക് ഉണ്ടാവാറുണ്ടെന്ന് തോന്നണം. അങ്ങനെയാണ് പുള്ളി അത് പറഞ്ഞത്. നമുക്കത് വരാറുണ്ട്, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഡോക്ടർ. എന്തായാലും കൊതുക് കടിച്ച പാടല്ല നമ്മൾ ആദ്യമേ വിചാരിച്ചിരുന്ന പോലെ. അതെല്ലാം നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷെ എന്നാലും അതന്നെയല്ല, വേറെ എന്തോ ഒരു പേര് പറഞ്ഞ പേര് മറന്നുപോയി. അതെ 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 അതെ, സംഭവം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.